ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലേക്ക് വന്നിട്ട് ഏകദേശം 2 ദിവസമായിട്ടോ. ഇതുവരെ നമ്മൾ എങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തോന്നിയതാ നിഷാക്കാൻ്റെ പുതിയ ഷോപ്പും അവിടുത്തെ സ്റ്റാഫുകളെയും ഒക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതാ റെഡിയായി നിൽക്കുകയാണ്. പുറത്ത് ക്യാബൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുറത്ത് നിന്നപ്പോഴാണ് മിഷൂപ്പിൻ്റെ ഷോ ഓഫ്. കുറച്ച് ഫോട്ടോസ് എടുക്കൂ, വീഡിയോസ് എടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതാ ഞാൻ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ നോക്കുമ്പോൾ താഴെ നമ്മുടെ ക്യാബ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊക്കെ കയറിങ്ങാണ്ട് പിന്നെ ഇതാ ഹൈസൻ്റെയും മിഷൂപ്പിൻ്റെയും ഒക്കെ ഒരു ലോകം തന്നെ ആയിരുന്നു. അത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് 2 പേരും വണ്ടിയിലൊക്കെ കയറുന്നത്. നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ നമ്മളെ ലഗര വഴിയാണ് കേട്ടോ നമ്മൾ നാഗർഭാവിക്ക് പോകുന്നത്. ഏകദേശം ഒരു 2 വർഷത്തോളം ഞാൻ അവിടെ ലഗരയിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ സെറ്റിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ടപ്പോൾ നമുക്ക് ആ ഒരു മെമ്മറി അങ്ങ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നേ. അവിടെയൊക്കെ കണ്ട് നമ്മൾ ആ റൂമിലേക്ക് പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. അപ്പോൾ അതിലേ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഇതാ നമ്മുടെ ഹൈസാപ്പു ഉറങ്ങി പോയിട്ടുണ്ട് കേട്ടോ. എന്തൊരു ഹാപ്പിയിലാണെന്നറിയോ കയറിയത്. വേഗം ഉപ്പച്ചിനെ കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ഇതാ അപ്പച്ചിൻ്റെ ഷോപ്പ് എത്തി എന്ന് പറഞ്ഞ അവിടുത്തെ ചാടി ഒരു ഇറക്കമായിരുന്നു കേട്ടോ. 2 പേരും നേരെ അതാ ഷോപ്പിലേക്ക് കയറിപ്പോവാണ്. അപ്പം നമ്മൾ നിഷാക്കാനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും നല്ലൊരു നെക്ലേസൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് അവരോട് ആരോടെങ്കിലും ഒന്ന് മാനേജറെ വിളിക്കുമോ, ഒന്ന് ഡിസ്കൗണ്ടിന് എന്നൊക്കെ പറഞ്ഞിട്ട് നിഷാക്കാനെ വിളിക്കാനുള്ള ഒരു പ്ലാൻ ആയിരുന്നല്ലോ. അത് നമുക്ക് എന്തായാലും ഇടപെടലും 3G ആയി കഴിഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളാട്ടോ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ എന്താ നമ്മൾ ലിഫ്റ്റ് കയറുമ്പോഴേക്കും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു 2-3 ആൾക്കാർ കേട്ടോ. അവരപ്പം തന്നെ പോയി ന്യൂസ് കൊടുക്കുന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനപ്പോഴേക്കും ഇതാ നമ്മളെ സിനിമയിലെ നാഗവല്ലിയായി മാറുകയായിരുന്നു കേട്ടോ. ഒരുപാട് നെക്ലേസൊക്കെ ഇട്ട് നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെടാ എല്ലാം കഴിഞ്ഞപ്പോൾ അതാ നിഷാക്കാനെ കൂട്ടിയിട്ട് അവർ വരികയാണ്. അങ്ങനെ എങ്ങനെ വന്നു, എങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ക്യാബൊക്കെ ബുക്ക് ചെയ്ത് വന്നു. ആ ഡീറ്റെയിൽസൊക്കെ അങ്ങ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ തുടങ്ങി ആ ഷോ ഓഫൊക്കെ. ഒരുപാട് നെക്ലേസൊക്കെ ഇട്ട് നോക്കി. പിന്നെ നമ്മളിതാ പുതിയ സ്റ്റാഫുകളൊക്കെ ഒന്ന് പരിചയപ്പെടുകയും നല്ല ഫ്രണ്ട്ലി ആട്ടോ. എല്ലാവരും അടിപൊളിയാണ്. അങ്ങനെ കുറേ ചെയിൻസൊക്കെ നോക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം സെൽവ ഒരു ബ്രേസ്ലെറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും നോക്കട്ടെ, ഞാൻ നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ മെസ്സേജ് ചെയ്യാമെന്നുള്ളോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ കണ്ട ഇങ്ങനത്തെ ഡയമണ്ട്സിൻ്റെ ഒക്കെ ആയിട്ടുള്ള ബാംഗിൾസ് ആയാണ് ആദ്യം നോക്കിയത് കേട്ടോ. എനിക്ക് 2-3 എണ്ണമൊക്കെ ഇഷ്ടമായപ്പോൾ ഇങ്ങനെയൊക്കെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നിഷാക്ക പറഞ്ഞത് ഇങ്ങനത്തെ എടുക്കാണ്ട് സാധാ നോർമലായിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ബ്രേസ്ലെറ്റ് മേടിച്ചാൽ മതിയെന്ന്. അപ്പോൾ പിന്നെ അതൊക്കെ നോക്കി തന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരുടെ സ്റ്റാഫിനോട് ടാറ്റ പറഞ്ഞിട്ട് ഞാൻ താഴേക്കാട്ടോ പോയത്. അവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നേ. അതിനു മുന്നേ നിഷാക്കാനെ വിളിക്കുമ്പോഴേക്കും നിഷാക്ക ഒരു കോള് വന്നിട്ട് ആ ഡയമണ്ട് സെക്ഷനിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ താഴേക്ക് വന്ന് ഇതാ സെൽവക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ബ്രേസ്ലെറ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ട മോഡലും ഒക്കെ ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്ത് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഒക്കെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ട് നേരെ ഇങ്ങനെ പിന്നിലൂടെ അങ്ങോട്ട് പോയതാട്ടോ. അപ്പോൾ നിഷാക്ക എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അതായത് ഷോപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുറേ ഫ്രൂട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് വേസ്റ്റ് ഇട്ടിട്ട് അവിടുന്നും മുളച്ച് വന്നതാണെന്നൊക്കെ പറഞ്ഞപ്പം ഒരുപാട് ബട്ടർ ഫ്രൂട്ട് അടുക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ എന്തായാലും ഒന്ന് കണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ താഴേക്ക് പോകുന്നത് കൂൾ ബാറിലേക്കാണ്. എന്തെങ്കിലും ഒരു സ്നാക്സ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ പോകുന്നത്. അതായത് ഷോപ്പിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ കേട്ടോ. നിഷാക്ക കഴിഞ്ഞ നോമ്പിനാണ് ഇങ്ങോട്ടേക്ക് പിന്നെ മാറിയത്. അപ്പോൾ ആ നോമ്പ് പകുതിയായ സമയത്തൊക്കെ ഈ നോമ്പ് തുറക്കാനൊക്കെ ഉള്ള മെസ്സൊക്കെ ഓപ്പൺ ആവുന്നതിന് മുന്നുള്ള ആ ഒരു ബുദ്ധിമുട്ടൊക്കെ തീർന്നത് അവിടെ അടുത്തുള്ള നമ്മളൊരു കഫേയിലാണ് കേട്ടോ. അവിടേക്കാണ് ഈ നടന്നു പോകുന്നത്. അപ്പോൾ അവിടെയുള്ളവരോട് നമ്മളെ പറ്റിയൊക്കെ പറയാറുണ്ടെങ്കിലും അവരിങ്ങനെ ചോദിക്കാറുണ്ട് എന്തൊക്കെയാണ് കുട്ടികൾ, എന്താണ് വിശേഷം എന്നൊക്കെ ചോദിക്കാൻ. അപ്പോൾ എനിക്ക് എന്തായാലും തോന്നി ഒന്ന് ഇവിടെ കാണണമെന്ന്. അങ്ങനെ ഞാനൊന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് അവരെ ഞെട്ടിച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇന്നെ മനസ്സിലായിട്ടുണ്ടായില്ല. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ നിഷാക്കാനെ കണ്ടപ്പോഴാട്ടോ അത് നിഷാക്കാൻ്റെ വൈഫാണല്ലേ എന്നും പറഞ്ഞിട്ടാണ് പിന്നെ സംസാരിച്ചത്. ആൾ ഭയങ്കര കൂളായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് പിന്നെ നല്ല മിഷൂപ്പിക്കൊക്കെ ഐസ്ക്രീമിനൊക്കെ വേണ്ടി വിറയ്ക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഒരു ഐസ്ക്രീമും ജ്യൂസൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിഷാക്ക ഒരു ജ്യൂസ് മേടിച്ചു. ഞാനും അതുപോലെ തന്നെ ബട്ടർ ഫ്രൂട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. ഒരു ബട്ടർ ഫ്രൂട്ടിൻ്റെ ജ്യൂസും കഴിച്ചിട്ടുണ്ടായിരുന്നു. മിഷൂപ്പി പിന്നെ എവിടെ പോയാലും ഒരു മൊയ്റ്റോ എന്തായാലും ഉറപ്പായിട്ട് മേടിക്കും. അങ്ങനെ ഞങ്ങൾക്കൊരു സാൻഡ്വിച്ചും മിഷൂപ്പിക്കൊരു ബർഗറും ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈവനിങ് ആയിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സാൻഡ്വിച്ച് ഫസ്റ്റ് എത്തിക്കഴിഞ്ഞ ശേഷം പിന്നെ അതാ മിഷൂപ്പിൻ്റെ ബർഗർ അത് മുഴുവനും കഴിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവൾ അതിൻ്റെ ഉള്ളിലുള്ള തക്കാളിയും ക്യാപ്സിക്കും ഒക്കെ മാറ്റിയിട്ട് കഴിച്ച്. അതാണ് ആ കുട്ടി. അങ്ങനെയാണ് ചെയ്യുക. നമ്മളെ പച്ചക്കറി ഐറ്റംസ് ഒന്നും വയറ്റിൽ പോകാൻ എൻ്റെ മിഷൂപ്പി സമ്മതിക്കില്ല കേട്ടോ. അങ്ങനെയാണ് ആ കുട്ടി. പിന്നെ ഹൈസാപ്പു ആണെങ്കിൽ ഹൈസാപ്പുവിന് ഈ എന്തെങ്കിലും ജ്യൂസോ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റം മതി. നല്ല ഇതിനോടൊന്നും വലിയൊരു ക്രൈസ് ഇതുവരെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ ഇവിടെ നിന്ന് നല്ല കഫേന്ന് അടിപൊളി ബർഗറൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ നമ്മൾ തിരിച്ച് പിന്നെ ഷോപ്പിലേക്ക് തന്നെയാണ് കേട്ടോ പോയത്.
ഹൈസ ഒരു ഭാഗത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നില്ല, സ്റ്റെപ്പ് കയറി ഇറങ്ങി ചെയ്തുകൊണ്ട് ഹൈസൻ്റെ പിന്നാലെ ഓടാനേ എനിക്ക് നേരം ഉണ്ടായിട്ടുള്ളൂ. ഈ നൈറ്റ് വ്യൂ ആണ് കേട്ടോ, നമ്മളെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ ഇതാണ് വ്യൂ. അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ നൈറ്റൊക്കെ ആകുമ്പോഴേക്കും ആ ഒരു ബാംഗ്ലൂർ അങ്ങ് ഉണർന്നു എന്ന് പറഞ്ഞ മാതിരിയായിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയത്ത് ഹൈസൻ അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു. ബലൂൺസ് ഒക്കെ കൊടുത്തപ്പോൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ, നമ്മൾ ഈ കളക്ഷൻ കണ്ടപ്പോൾ എനിക്കൊരു കൊതി. നമ്മൾ കല്യാണത്തിൻ്റെ സമയത്ത് എടുത്ത ഗോൾഡിൻ്റെ ഒക്കെ ചില ഐറ്റംസ് അവിടെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാനൊന്ന് ഇടട്ടെ എന്ന് വെച്ചപ്പോൾ ഓ ഷുവർ, അതിനെന്താന്ന് പറഞ്ഞിട്ട് എനിക്ക് വേഗം അവിടുത്തെ ഒരു സ്റ്റാഫ് വേഗം എനിക്ക് ആ നെക്ലേസ് ഒക്കെ എടുത്തിട്ട് തന്നപ്പോൾ എനിക്ക് സന്തോഷമായിട്ടോ. കല്യാണമൊക്കെ എനിക്ക് അങ്ങ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നെക്ലേസ് ആണെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ ഈ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ്റെ അന്ന് ഇവിടെ സിനി ആക്ട്രസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആ മാഡം ഇട്ട നെക്ലേസ് ആണ് കേട്ടോ അത്. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ടിനോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി എടുത്ത് തരും. അപ്പോൾ എടുത്ത് നോക്കുമ്പോഴോ ഭയങ്കര വെയിറ്റൊക്കെ ഉള്ള നല്ലൊരു നെക്ലേസ് ആണ്. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റോഹയുടെ നിഷാക്കാക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത്, ഒരു മാരേജൊക്കെ മാതിരി തോന്നുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ കമൻറ്റ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിഷാക്ക ഇട്ട് ഭംഗിയുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഓ അടിപൊളിയാന്നൊക്കെ പറഞ്ഞു. എന്തോരം വെയിറ്റാന്ന് അറിയാം അതിന്. പിന്നെ ഇതാ ഹൈസനെ കൊണ്ട് അവർ ഡാൻസൊക്കെ കളിപ്പിച്ച് സ്റ്റാഫൊക്കെ കൂടി ഒന്ന് ചില്ലൗട്ടായി ഞങ്ങളിതാ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് റൂമിലേക്ക് തിരിച്ചു പോയി.